ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇങ്ങനെ പ്രായം കൂടി വരുന്നതേറും നമുക്ക് എല്ലാവർക്കും ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുടി നരയ്ക്കുന്നതിനെ പറ്റി. അപ്പോൾ ഈ മുടി നരയ്ക്കുന്നതിന് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, അല്ല അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. 30 വയസ്സാകുമ്പോഴേക്കും മുടിയെല്ലാം വേഗത്തിൽ നരയ്ക്കുന്ന പ്രശ്നം ഇന്ന് അമിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ്. മുടി വേഗത്തിൽ നരയ്ക്കുന്നതിന് പല കാരണങ്ങളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിനായി നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാര. മധുരം കഴിച്ചാൽ നമ്മുടെ ചർമ്മത്തിന് പ്രായക്കൂടുതൽ തോന്നിപ്പിക്കുകയും അതുപോലെ നമ്മുടെ മുടി വേഗത്തിൽ നരയ്ക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാകും. നമ്മൾ ദിവസേന കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്നും പഞ്ചസാരയുടെ സാന്നിധ്യം കുറച്ചാൽ അത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നല്ലപോലെ നിലനിർത്തുന്നതിനും വേഗത്തിൽ മുടി നരയ്ക്കാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. പഞ്ചസാര മാത്രമല്ല, ചിലരൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ അല്ലെങ്കിൽ കുഴിമന്തി, ബിരിയാണി എന്നീ ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം ദഹിക്കാൻ അല്ലെങ്കിൽ വയറിനൊരു ആശ്വാസം കിട്ടുന്നതിനായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട്. നിങ്ങൾ പലരും അത് ചെയ്യാറുമുണ്ട്. ചിലർ ഇടയ്ക്കിടെ വാങ്ങി കുടിക്കുന്നതും കാണാം. ഇത്തരത്തിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ കാര്യമായി തന്നെ ബാധിക്കും. കാരണം ഇതിൽ നല്ല അളവിൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിനും മുടിയുടെ ആരോഗ്യത്തിനും അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. ഇത്തരത്തിൽ അമിതമായി സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നവരിൽ മുടി വേഗത്തിൽ നരയ്ക്കുന്നത് നമുക്ക് കാണാം. അടുത്തൊരു കാര്യമാണ്, ഇയാൾ നമ്മുടെ അടുക്കളയിൽ മെയിനായിട്ടുള്ള ഒരാളാണ്, ഇതില്ലാതെ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഉപ്പടങ്ങിയ അച്ചാറ്, പപ്പടം എന്നീ ആഹാരങ്ങൾ അമിതമായി കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ഒരു ദിവസം 2300 mg സോഡിയം ശരീരത്തിലെത്തുന്നത് ഒട്ടും നല്ലതല്ല. അതിനാൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് മുടി നരയ്ക്കാതെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം നോക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതിനാൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാം. മൃഗങ്ങളുടെ കൊഴുപ്പ്, അമിതമായി കൊഴുപ്പടങ്ങിയ മാംസാഹാരങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് യോജിച്ചതല്ല. ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കും. ചില കൊഴുപ്പ് അല്ലെങ്കിൽ ചില മാംസങ്ങളിലെ പ്രോട്ടീൻ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ദഹിച്ചെന്ന് വരികയില്ല. ഇത്തരത്തിൽ ദഹിക്കാതെ ഇരിക്കുന്ന പ്രോട്ടീൻ യൂറിക് ആസിഡായി മാറ്റപ്പെടുന്നു. ഇത്തരത്തിൽ അമിതമായി ശരീരത്തിലെ യൂറിക് ആസിഡ് കൂടി വരുന്നത് മുടി നരയ്ക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അടുത്തതാണ് ആർട്ടിഫിഷ്യൽ നിറങ്ങളും മധുരവും. നമ്മൾ കഴിക്കുന്ന കേക്ക്, ഐസ്ക്രീം, പലഹാരങ്ങൾ എന്നിവയിലെല്ലാം അമിതമായി ആർട്ടിഫിഷ്യൽ നിറങ്ങളും മധുരങ്ങളും ഒക്കെയുണ്ട്. പലഹാരത്തിന് നല്ല നിറവും രുചിയും കൂട്ടുന്നതിനായാണ് ഇത്തരത്തിൽ നിറങ്ങളും മധുരവും ഒക്കെ ചേർക്കുന്നത്. എന്നാൽ ഇത്തരം ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ്. ഇതും നിങ്ങളുടെ മുടി നരയ്ക്കുന്നതിനും ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നതിനും ഒക്കെ കാരണമാകും. ഇനി മുടി നരയ്ക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മുടി നല്ല ആരോഗ്യത്തോടെ നല്ല കറുപ്പ് നിറത്തിലിരിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നല്ല ആഹാരശീലം എപ്പോഴും പിന്തുടരുന്നത് നല്ലതാണ്. നല്ല പോഷകസമ്പന്നമായ പച്ചക്കറികളും പഴങ്ങളും ആഹാരത്തിൽ ചേർക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നല്ല ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ശീലിക്കുകയും ഒപ്പം വ്യായാമം ചെയ്യുകയും നല്ലതായിരിക്കും. ഇതെല്ലാം നിങ്ങളുടെ മുടിയുടെ മാത്രമല്ല മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കും. മാനസിക സമ്മർദ്ദവും വലിയ അളവിൽ അകാല നരയ്ക്ക് കാരണമാകാറുണ്ട്. ഉത്കണ്ഠ പോലുള്ള മാനസിക പ്രശ്നങ്ങളും വേഗത്തിൽ മുടി നരയ്ക്കാൻ കാരണമാകും. സ്ട്രെസ്സ്, ഉത്കണ്ഠ മൂലം ഉറക്കം നഷ്ടമാവുക, വിശപ്പില്ലായ്മ ഇതൊക്കെ ഒരു തരത്തിലും മുടിയെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. പാരമ്പര്യ ഘടകങ്ങളും ജനിതക ഘടകങ്ങളും വംശവുമെല്ലാം അകാല നരയുടെ ഒരു പ്രധാന കാരണമാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും അകാല നരയുണ്ടെങ്കിൽ മക്കൾക്കും അത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. വിവിധ സ്ഥലങ്ങളിലെ ആൾക്കാരുമായിട്ട് നമ്മളിങ്ങനെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏഷ്യക്കാർക്ക് അകാല നരയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളതായി പഠനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, ഏഷ്യക്കാർക്ക് നരയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ആരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അത് ഉപേക്ഷിച്ച് കളയാതെ ഫോളോ ചെയ്ത് നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. കോൺഫിഡൻസ് ലെവൽ കൂട്ടിയെടുക്കാൻ നോക്കുക. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.